പ്രകൃതിയോടും സംസ്കാരത്തോടും ഇഴുകിയൊട്ടി മണ്ണോട് ചേർന്നില്ലാതായ ചിലർ. ഇന്നത്തെ തലമുറ മറന്നു തുടങ്ങിയവർ. അവരതാ കുടങ്ങളിലൂടെ ചിത്രങ്ങളായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാകുന്നു. ചിത്രകലയെ ജനകീയവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 30ഓളം മൺകുടങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് 40-ലധികം കലാ സാംസ്കാരിക നായകന്മാരുടെ ചിത്രങ്ങൾ. കൊല്ലത്തു നിന്നും നമ്മുടെ കേരളത്തിനും ഭാരതത്തിനും സാംസ്കാരികമായൊരു സമ്പത്ത് ഉണ്ടാക്കി തന്ന മനുഷ്യരാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പ് മുതൽ ONV കുറുപ്പ് മുതൽ അടുത്ത കാലത്ത് അന്തരിച്ച കുണ്ട്ര ജോണി വരെ ഈ രേഖാചിത്രങ്ങളായി കടന്നു വരുന്നത്. ഈ രേഖാചിത്രങ്ങളുടെ ഒരു ഇൻസ്റ്റലേഷനാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ട്രിബ്യൂട്ടാണ്. ഇത്രയും മാസ്റ്റേഴ്സിൻ്റെ സോൾസ് ആണ്. അപ്പം സോൾ എന്ന് പറയുമ്പം അതിൻ്റെ വേറൊരു മിത്തിൽ നമ്മൾ പറയാമെന്നെങ്കിൽ മൺമറഞ്ഞു പോയവർ, മാസ്റ്റേഴ്സ്, കുടം, ബോണ്, ഭസ്മം എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു തോട്ടില്ല. അപ്പം കാഴ്ചക്കാരന് ഇതിൻ്റെ ആ ഒരു കളർ അല്ലെങ്കിൽ ആ മൺകുട ഏത് രീതിയിലാണ് അയാൾ അതിനെ കൺവേ ചെയ്യുന്നതൊക്കെ ഉള്ളൊരു സാധനമുണ്ട്. കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്ന കൊടിമരത്തട്ടാണ് പണിപ്പുര. തട്ടിൽ കോലം തീർത്തത് CBSE കലോത്സവത്തിൽ ചിത്രരചനയ്ക്ക് വിജയിയായ ഗോപിക. 16 പോട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഈ കോലവും ഞാൻ തന്നെയാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരച്ചിട്ട് വൈറ്റ് പെയിന്റ് വെച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ചിത്രങ്ങളിലൂടെ കാണികൾക്ക് വായിച്ചെടുക്കാം ഈ മനുഷ്യരത്രയും ബാക്കി വെച്ച കലയുടെയും സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും അവശേഷിപ്പുകളെ. മൺമറഞ്ഞു പോയ കലാ സാംസ്കാരിക നേതാക്കളൊക്കെ ഇവിടെ ഈ മൺകുടങ്ങളിലൂടെ പ്രേക്ഷകരുമായി സംവദിക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇത്തരത്തിലൊരു ഓപ്പൺ ആർട്ട്. ആശ്രാമം മൈതാനത്തു നിന്നും ക്യാമറാമാൻ ആന്റണി ഗിരിഗിരിക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.